നേപ്പാളിലെ മിന്നൽ പ്രളയം ഈ ഒരു ദുരന്ത സാഹചര്യത്തെ ഒറ്റക്കെട്ടായി തന്നെ ഇവിടെ നേരിടാൻ നേപ്പാളിനൊപ്പം കൈകോർക്കുകയാണ് ഇന്ത്യ. The soul of royal art, Kairali Jewelers. കൈനിറയെ അവശ്യ സാധനങ്ങളുമായി ഇപ്പോൾ ഇന്ത്യയുടെ വിമാനം നേപ്പാളിലേക്ക് പറന്നെത്തിയിരിക്കുകയാണ്. അതുമാത്രമല്ല, പ്രളയത്തിൽ കൈത്താങ്ങായി തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ നേപ്പാൾ ആകട്ടെ അവർ ഇത്തരത്തിൽ ഇന്ത്യക്ക് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ദുരന്തബാധിതർക്ക് കൂടുതൽ സഹായം എത്തിക്കുമെന്നും മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടമുണ്ടായ നേപ്പാളിന് സഹായമാണ് ഇപ്പോൾ തങ്ങൾ നൽകിയിരിക്കുന്നത് എന്നതാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഇന്ത്യ നൽകിയ മാനുഷിക സഹായത്തിനും മെഡിക്കൽ സാമഗ്രികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നേപ്പാൾ പ്രധാനമന്ത്രി ബലേന്ദ്ര ഷായും ഇവിടെ വിദേശകാര്യമന്ത്രി ഷിസിർ ഇരുവരും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ്. ദുരന്തത്തിന്റെ ദുഷ്കരമായ ഘട്ടത്തിൽ ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പ്രതികരണം ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ ഐക്യദാർഢ്യത്തിന്റെയും ഒക്കെ തന്നെ തെളിവാണ് എന്നതാണ് ഇപ്പോൾ നേപ്പാൾ വിദേശകാര്യമന്ത്രി ഇവിടെ ഇത് എടുത്തു സൂചിപ്പിക്കുന്നത്. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി തന്നെ ഇന്ത്യ നൽകിയ സഹായങ്ങൾക്ക് ഇന്ത്യൻ സർക്കാരിനും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനുമാണ് ഇപ്പോൾ നന്ദി അറിയിക്കുന്നതായി തന്നെ ഇവർ സമൂഹ മാധ്യമമായ എക്സിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേപ്പാളിന് വലിയ ആശ്വാസമായി എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തരമായി സഹായം എത്തിക്കുമെന്നും നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി താൽക്കാലിക ടെന്റുകൾ, കമ്പിളികൾ, ശുചിത്വ കിറ്റുകൾ, സോളാർ വിളക്കുകൾ, മരുന്നുകൾ എന്നിവ ഉൾപ്പെടെ തന്നെ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് ഇന്ത്യ അയച്ചു നൽകിയിരിക്കുന്നത്. സഹായ സാമഗ്രികളുമായി തന്നെ ഇന്ത്യൻ വിമാനം ഇപ്പോൾ നേപ്പാളിലേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തന്നെ 2 വിമാനങ്ങൾ കൂടി അയക്കുമെന്ന് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ തന്നെ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി തന്നെ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളും നേപ്പാളിലേക്ക് അയക്കും. ദുരന്ത സമയത്ത് അയൽ രാജ്യത്തിന് അടിയന്തര സഹായം എത്തിച്ചുകൊണ്ട് ഇന്ത്യ വീണ്ടും അയൽ രാജ്യക്കാർക്ക് ആദ്യം എന്ന നയത്തിന്റെ പ്രായോഗിക മാതൃക മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രളയക്കെടുതിയിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നേപ്പാൾ കരകയറാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം കൂടുതൽ ശക്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രളയത്തിൽ തകർന്ന നേപ്പാളിന് ഇന്ത്യയുടെ കൈത്താങ് ഇവിടെ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, വളരെയധികം വിനയപൂർവ്വം അവർ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരിതാശ്വാസത്തിനൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനും ഇന്ത്യയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് വലിയൊരു ആശ്വാസമാണ് നേപ്പാളിന് നൽകുന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നേപ്പാൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചതും ഇവിടെ വലിയൊരു നയതന്ത്ര വിജയമായി തന്നെ കണക്കാക്കാൻ സാധിക്കുകയാണ്. നേപ്പാളിലെ ടിബറ്റൻ അതിർത്തിയിൽ ബുധനാഴ്ച രാവിലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 100ഓളം പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. 100ഓളം പേർ മരിക്കുകയും ഇതിൽ ഏകദേശം അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ കാണാതായതായും ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിനോദസഞ്ചാര യാത്രയ്ക്കായി തന്നെ എത്തിയ കുറച്ചധികം ആൾക്കാരെ കാണാതായതായിട്ടുള്ള വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട്. എന്നാൽ ചിലരുമായി ബന്ധപ്പെടാൻ സാധിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. നിരവധി പേരെ കാണാതാവുകയും കാണാതായവരിൽ ഇന്ത്യയിൽ നിന്നുള്ള 133 തീർത്ഥാടകരാണുള്ളത്. കൈലാസ മാനസരോവർ തീർത്ഥാടനത്തിന് പോയവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പൊടുന്നനെ ഒരു തുള്ളി മഴ പോലും അവിടെ പെയ്യാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മഴവെള്ളം പോലെ വെള്ളം കുത്തിയൊലിച്ച് ഒരു നാടിനെ മുഴുവനായി തന്നെ അവിടെ എടുത്തോണ്ട് പോകുന്ന തരത്തിൽ ആ നാടിനെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രളയം അവിടെ കുത്തിയൊലിച്ചെത്തുന്നത്. ഇതിലൂടെ തന്നെ നിരവധി പേർക്ക് അവരുടെ ജീവൻ നഷ്ടമാവുകയും എന്നാൽ നിരവധി പേരെ കാണാതാവുകയും ചെയ്തതും വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ ചെളിയും മണ്ണും നിറഞ്ഞുകൊണ്ട് ആ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. പരമാവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ അവിടെ നേപ്പാൾ സർക്കാരും അവിടുത്തെ മറ്റ് രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന എല്ലാവരും തന്നെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അവിടെ നോക്കുകയാണെങ്കിൽ വളരെയധികം പരിതാപകരമായി തന്നെ അത് മുന്നോട്ട് നീങ്ങുകയാണ്. ഇത്രയും ഒരു 24 മണിക്കൂർ ഇപ്പോൾ പിന്നിടുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നേപ്പാളിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും അവർക്ക് യാതൊരു തരത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതെ മിഴിച്ചു നിൽക്കേണ്ട അല്ലെങ്കിൽ കണ്ണു തള്ളി നിൽക്കേണ്ട ഒരു അവസ്ഥ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അവർ ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.